ഹലോ, എല്ലാവർക്കും ചീമാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബ്രെഡ് റോളാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ബ്രെഡ് റോൾ എന്ന് പറയുന്നത്. നമുക്ക് സ്നാക്കായിട്ട് ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇതിനായിട്ട് ഞാനിവിടെ തൊലി കളഞ്ഞ് ഒരു 3 വിസിൽ വേവിച്ച് വെച്ചിട്ടുള്ള പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്. 4 പൊട്ടാറ്റോ ആണ് ഞാൻ വേവിച്ച് വെച്ചിട്ടുള്ളത്. ഈ പൊട്ടാറ്റോ നമുക്കൊന്ന് ഉടച്ചെടുക്കണം. അപ്പം ഇതിലേക്ക് വെള്ളത്തിൻ്റെ അംശമൊന്നും ഉണ്ടാവാൻ പാടില്ല. നന്നായിട്ട് വെള്ളത്തിൻ്റെ ആ ഒരു അംശമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഒപ്പിയെടുത്തതിന് ശേഷം വേണം ഇങ്ങനെയൊന്ന് ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് ഇതിനൊന്ന് ഉടച്ചെടുക്കണം. കൈകൊണ്ട് ഇങ്ങനെ ചെയ്താൽ മതിയാവും. ഇപ്പം നന്നായിട്ട് ഞാനിതൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ, ഒരു സ്റ്റിക്കി ആയിട്ടുള്ള ഒരു പരുവത്തിൽ നമുക്കിത് കിട്ടും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി കുറച്ച് കാര്യങ്ങളും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ആദ്യമായിട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി 1 ടീസ്പൂൺ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ അതുപോലെ തന്നെ ഒറിഗാനോ 1 ടീസ്പൂൺ. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഉള്ളിയാണ്. അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്. അതുപോലെ തന്നെ ഒരു 3 പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്തത്. അതുപോലെ തന്നെ അതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് 1 ടീസ്പൂൺ. പിന്നെ ഇതിലേക്ക് ചേർക്കാനുള്ളത് നമ്മുടെ മല്ലിയിലയാണ്, ചെറുതായിട്ട് കട്ട് ചെയ്ത മല്ലിയില. അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അവസാനമായിട്ട് നമുക്കിതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കണം. ചില്ലി ഇട്ടാൽ തന്നെ നല്ല എരിവുണ്ടാവും. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കാശ്മീരി മുളക് പൊടി. ഇനി നമ്മൾ ഇതൊക്കെ ചേർത്തതിന് ശേഷം ഞാനിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ചേർത്ത് കൊടുത്ത എല്ലാ പൊടികളും, അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി, ചെറുതായിട്ട് കട്ട് ചെയ്ത ഇഞ്ചി വെളുത്തുള്ളി, അതുപോലെ തന്നെ നമ്മളിട്ട എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് കൈകൊണ്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം. കുഴച്ചെടുത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് മാറ്റി വെക്കണം. അതിനുശേഷം ഞാനിതിനെ ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് ഇങ്ങനെ ഉരുട്ടി എടുക്കുന്നുണ്ട്. ഈ കാണുന്ന പോലെ നമുക്ക് ഓരോന്നും ബോളാക്കി മാറ്റാം. ബോളുകളാക്കി മാറ്റുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സൈസ് വല്ലാണ്ട് കൂടാൻ പാടില്ല. ഈ ഒരു ഭാഗത്തിന് എടുത്താൽ മതിയാവും. കാരണം നമുക്കിതിനെ ബ്രെഡ് വെച്ച് ഇതിനെ കവർ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഞാൻ ഏകദേശം എല്ലാം ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1 കപ്പ് വെള്ളത്തിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്തതിന് ശേഷം ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ബ്രെഡിൻ്റെ 4 ഭാഗവും ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. കാരണം കോട്ടിങ് കൊടുക്കേണ്ടതാണ്. ഈ ബ്രെഡ് വെച്ചിട്ടാണ് നമ്മൾ കോട്ടിങ് കൊടുക്കുന്നത്. അപ്പോൾ ഈ 4 ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. നമുക്കിത് വേണമെങ്കിൽ ബ്രെഡ് ക്രംസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇനി ആ ബ്രെഡ് ഞാൻ ഇതിലേക്കൊന്ന് മുക്കിയെടുക്കുന്നുണ്ട്. മുക്കിയതിന് ശേഷം ആ വെള്ളം ഒന്ന് ജസ്റ്റ് ഒന്ന് കളയാം. ഇങ്ങനെ അമർത്തി വെള്ളം ഒന്ന് കളയാം. കളഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ ഉരുട്ടി വെച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു പൊട്ടാറ്റോ മസാല ഇതിലേക്ക് വെച്ച് ഇതിൻ്റെ 4 ഭാഗം ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം. കവർ ചെയ്ത് ഈ ഒരു രീതിയിൽ ഇതിനൊന്ന് ഉരുട്ടിയെടുക്കണം. ഈ ഒരു ഷേപ്പിൽ കൈകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് ഉരുട്ടിയെടുക്കണം. അപ്പോൾ നമുക്ക് ഓരോന്നും ഇങ്ങനെ ചെയ്തെടുക്കാം. നമുക്കിതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ്പ് ഫ്രൈ ആണ് ഇതിനെ ചെയ്തെടുക്കാൻ പോകുന്നത്. ഇത് നമുക്ക് ചൂടായ എണ്ണയിലേക്ക് നമ്മൾ നേരത്തെ ഉരുട്ടി വെച്ചിട്ടുള്ള ബ്രെഡ് റോൾസ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഈ കാണുന്നത് പോലെ നന്നായിട്ട് എണ്ണയിലേക്ക് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ ഇതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒന്ന് മറിച്ചിട്ട് ഇതിൻ്റെ ആ ഒരു കളറ് ഒരു ബ്രൗൺ കളറാവുന്ന സമയത്ത്, ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന സമയത്ത് നമുക്കിതിനൊന്ന് കോരി മാറ്റണം. ഇപ്പോൾ ഏകദേശം ഇതിൻ്റെ ആ ഒരു 2 ഭാഗവും ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ കളറൊന്ന് ജസ്റ്റ് ഗോൾഡൻ ആവുന്ന സമയത്ത് നമുക്കിതിനെ മാറ്റിയെടുക്കാം. ഇങ്ങനെ ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നന്നായിട്ട് ഇതിനൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം പാകമായി. നമുക്കിതൊന്ന് കോരി മാറ്റണം. ഇത്രയൊന്ന് വെന്ത് കിട്ടിയാൽ മതിയായിരിക്കും. ഡീപ് ഫ്രൈ ആണെങ്കിൽ പോലും ഈ ഒരു കളർ ആവുന്ന സമയത്ത് നമുക്കിതിനെ മാറ്റിയെടുക്കാം. അപ്പം ഞാനിതിനെ ഒരു പാത്രത്തിലേക്ക് കോരി എടുക്കുന്നുണ്ട്. ഓരോന്നായിട്ട് ഇതിനെ ഒന്ന് കോരി മാറ്റുന്നുണ്ട്. പെട്ടെന്ന് ഗസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഈ ഒരു ബ്രെഡ് റോൾ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ 4 മണിക്കൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതിനൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും വാച്ച് ചെയ്യുക, ഷെയർ ചെയ്യുക.